കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ചും കൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. എഫേസ്യർ 5:9. മനുഷ്യന് തൻ്റെ വഴികൾ പലപ്പോഴും ചൊവ്വാണ് എന്ന് തോന്നും. എന്നാൽ ഒടുക്കം അവൻ്റെ വഴികൾ ചെന്ന് അവസാനിക്കുന്നതോ മരണത്തിലത്രേ. സദൃശ്യവാക്യം 14:12 പറയുന്നു, മനുഷ്യൻ്റെ വഴികൾ മരണവഴികളാണ്. അവൻ സ്വന്തം ബുദ്ധിയിൽ ഊന്നി എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും അവന് വളരെ നല്ലത്, മനോഹരം എന്നൊക്കെ തോന്നിപ്പിക്കും എങ്കിലും അത് ഉദ്ദേശിച്ച രീതിയിൽ ഫലം നൽകാതെ വലിയ ആപത്തിലേക്കും പരാജയത്തിലേക്കും മരണത്തിലേക്കും ഒക്കെ കൊണ്ടുചെന്നെത്തിക്കുന്ന എത്ര കഥകൾ നാം കേട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായ വഴിയിലൂടെ വേണം. അവന് എന്താണ് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം എന്ന് പരിശോധിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവമേ, ഞാൻ സഞ്ചരിക്കുന്ന ഈ പാത ശരിയാണോ? ഞാൻ ഇടപെടുന്ന ഈ വ്യക്തികൾ എൻ്റെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി മാറുമോ എന്ന് ദൈവത്തോട് അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള മറുപടി പ്രതീക്ഷിച്ച് അത് കേട്ട് അനുസരിച്ച് നാം ജീവിക്കുമ്പോഴാണ് വിജയകരമായ ഒരു ജീവിതം നമുക്ക് സ്വായത്തമാക്കുവാൻ കഴിയുക. യാക്കോബിൻ്റെ ലേഖനം 1:24 പറയുന്നു, വചനം കേട്ട് ജീവിക്കുന്നവൻ, വചനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കുന്നവനെ പോലെയാണ് എന്ന്. നമ്മുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ വചനം നൽകുന്ന ആ ദൃശ്യം, നമ്മെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം, അത് പിന്തുടർന്ന് ജീവിക്കുവാനും ദൈവവചനവുമായുള്ള ബന്ധം നമ്മെ വളരെ അധികം സഹായിക്കും. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പൂർത്തീകരിക്കപ്പെട്ട ഒരു ചിത്രമാണ് നമ്മുടെ യഥാർത്ഥ പ്രൊഫൈൽ പിക്ചർ. നാം ഇന്ന് ആയിരിക്കുന്ന അവസ്ഥ അല്ല, ദൈവം നമുക്കായി ഉദ്ദേശിച്ചിരിക്കുന്ന പരിപൂർണമായ വിജയത്തിൻ്റെ ഒരു ചിത്രം. നാം ദൈവ ദൃഷ്ടിയിൽ എന്താണെന്നുള്ളത് ഈ ദൈവവചനം നമുക്ക് കാണിച്ചു തരും. വചനത്തിൻ്റെ വെളിച്ചത്തിൽ കാണാത്ത പൊടിയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പൊടിയുമില്ല എന്ന് നാം വിചാരിക്കുന്ന വൃത്തിയുള്ള ഒരു മുറിയിൽ പോലും ടോർച്ചടിക്കുമ്പോൾ അതിൻ്റെ പ്രകാശത്തിൽ ഒരുപാട് പൊടിപടലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ ദൈവവചനം നൽകുന്ന വെളിച്ചത്തിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പരിശോധിക്കാം. കർത്താവിന് പ്രസാദമായത് ഇന്നത് എന്ന് പരിശോധിച്ചും കൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊണ്ട് ദൈവം വിഭാവന ചെയ്ത മനോഹരമായ ആ പ്രൊഫൈൽ ചിത്രത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം.